പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ റിസോർട്ടിൽ ഡാൻസറേയും കൊണ്ട് വരാമെന്നേറ്റാ കാവേരിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക നിവിൻ. ആസിഫും അങ്ങോട്ട് ഓടി വന്ന്, എടാ ഡാൻസേഴ്സ് എവിടെ? ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ 2 മണി ആയതല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ എന്ന് നിവിനും. എടാ കോസ്റ്റ്യൂം മാറണ്ടേ, അതോ അവര് കോസ്റ്റ്യൂം ഇട്ടോണ്ടാണോ വരുന്നത് എന്ന് ആസിഫ് ചോദിക്കുമ്പോൾ അതൊക്കെ അവര് കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നോളൂ, അകത്തോട്ട് പോയി അവരെ ഒന്ന് മാനേജ് ചെയ്യുന്ന നിവിനും. ഞാൻ എന്തോ മാനേജ് ചെയ്യാനാ എന്ന് പറഞ്ഞ ആസിഫും അകത്തോട്ട് കയറി പോവുകയാണ്. നിവിൻ വീണ്ടും ആസിഫിനെ തിരികെ വിളിച്ച്, അതെ അമ്മ ഇപ്പോഴൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കെന്താടാ വയ്യേ? റിസോർട്ട് ഓണേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നീയല്ലേ അമ്മയെ പറഞ്ഞു വിട്ടതെന്ന് ആസിഫും ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഒരു പേടി പോലെ എന്ന് നിവിൻ പറയുമ്പോൾ, എന്തിന് എന്ന് ആസിഫും. അമ്മയെങ്ങാനും വന്നാ എന്ന് ടെൻഷനോടെ നിവിൻ പറയുമ്പോൾ, വരട്ടെടാ ഡാൻസ് അല്ലേ, ചില്ലാവോ എന്ന് ആസിഫ് ചിരിയോടെ പറയുമ്പോൾ, അതൊന്നും ശരിയാവില്ലെന്ന് നിവിനും. എന്ത് ശരിയാവില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ അകത്തോട്ട് ചെല്ലെന്ന് പറഞ്ഞ് ആസിഫിനെ പറഞ്ഞു വിടുന്നുണ്ട് നിവിൻ. അപ്പോഴാണ് കാവേരി തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുന്നത്. അവളെ കാണാൻ മുറ്റത്തേക്ക് ഓടിച്ചെന്ന് ആളെവിടെയെന്ന് നിവിൻ ചോദിക്കുമ്പോൾ, ആര് എന്ന് കാവേരിയും. ആരെന്നോ? ഡാൻസ് ചെയ്യാനുള്ള പെൺകുട്ടിയെന്ന് നിവിൻ ചോദിക്കുമ്പോൾ, ഞാനെന്താ പെൺകുട്ടിയല്ലേ, ഡാൻസ് ചെയ്താ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയാവില്ലേ എന്ന് കാവേരിയും ചോദിക്കുക. അല്ല, പത്മ സുബ്രഹ്മണ്യത്തിന്റെ ശിക്ഷയാണെന്നും ശോഭനയെയും മഞ്ജു വാര്യരെയും ഒക്കെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നവൻ ചോദിക്കുമ്പോൾ, അതൊക്കെ ബിൽഡപ്സ് അല്ലേ, ഇന്റർനെറ്റ് വഴിയാ ഞാൻ പത്മ സുബ്രഹ്മണ്യത്തിന്റെ ശിഷ്യയായത്, അക്കാര്യത്തിൽ ഞാൻ ഏകലവ്യ. പിന്നെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളില് ശോഭനയെന്നും മഞ്ജു എന്നും പേരുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. ഈ പറയുന്ന മഞ്ജുവെ ഒരു വാര്യത്തെയായിരുന്നു, അവരൊക്കെ എന്റെ ഡാൻസ് കണ്ട് ഞെട്ടിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞവൾ തന്റെ കോസ്റ്റ്യൂം അടങ്ങുന്ന ബാഗും എടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിവിൻ ആകെ കിളിപോയ അവസ്ഥയിൽ അവിടെ തന്നെ നിൽപ്പാ. വാടോന്ന് അവൾ വിളിക്കുമ്പോഴേക്കും നിവിനും അവളുടെ പുറകെ ചെല്ലുകയാ. അപ്പോഴേക്കും മൊത്തം പണിയും പാളുമെന്ന് പറഞ്ഞ് ആസിഫും അങ്ങോട്ട് ഓടിയെത്തുകയാ. കാവേരിയെ കാണെ ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കിക്കൊണ്ട്, എടാ അളിയ ഡാൻസർ എവിടെ? അവിടെ ആൾക്കാരെ മുറുമുറുത്തു തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ നിവിൻ കാവേരിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമ്പരപ്പോടെ നോക്കിക്കൊണ്ട്, എടാ ഇതോ എന്ന് ആസിഫ് ചോദിക്കണ കേട്ടെ, എന്താ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. എടാ ഇതൊക്കെ നടപടിയാവുമെന്ന് ആസിഫ് ചോദിക്കുമ്പോൾ, അതേ 11 രസങ്ങളും വിരിഞ്ഞാടുന്ന മുഖമായത്, എന്താ കാണണോ എന്ന് ചോദിച്ച് ഓരോ ഭാവങ്ങളായി കാണിക്കുകയാ കാവേരി. ഇനിയും രസങ്ങളുണ്ട്, കാണിക്കണമെന്ന് കാവേരി ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട മേഡം, പെട്ടെന്ന് കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് വാ, അവിടെ ഗസ്റ്റുകൾ വെയിറ്റ് ചെയ്യുക എന്ന് ആസിഫ് പറയുന്നുണ്ട്. ഗസ്റ്റുകൾ വെയിറ്റ് ചെയ്യാണെന്നോ? ഞാൻ വരുന്നതിന് മുന്നേ ഗസ്റ്റുകളെ വിളിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചവൾ കോസ്റ്റ്യൂം മാറാനായി പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും ആസിഫും ചിരിയോടെ നിവിനോടായി, എടാ ആൻറ്റി വരുമോ എന്ന് നീ ചോദിക്കുമ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഡാൻസറെ കിട്ടില്ലായിരുന്നെങ്കിൽ ആൻറ്റിയുടെ തല്ല് മാത്രം കൊണ്ടാ മതിയായിരുന്നു, ഇതിപ്പോ ഗസ്റ്റുകളും കൂടി പഞ്ഞിക്കിടുമെന്ന് ഉറപ്പായി എന്ന് പറഞ്ഞ് അവനും അവിടുന്ന് പോവുകയാ. പിന്നീട് കാവേരി ഗസ്റ്റുകൾക്ക് മുന്നിൽ അടിപൊളിയായി ഒരു സിനിമാറ്റിക് ഡാൻസ് കളിക്കുക. ഡാൻസ് എല്ലാം കഴിഞ്ഞ് കാവേരി ഇറങ്ങാൻ നേരം സിറ്റൗട്ടിൽ നിൽക്കുന്ന നിവിൻ ഡാൻസ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഡാൻസ് ചെയ്തതേ കാവേരിയാ, കാശെടുക്കുന്ന കാവേരിയും. അവൻ കാശെടുത്ത് കൊടുക്കുമ്പോഴേക്കും 1000 രൂപ കുറവുണ്ടല്ലോ എന്ന് കാവേരിയും. 5000 ഉണ്ടല്ലോ എന്ന് നിവിൻ പറയുമ്പോൾ, തന്റെ കമ്മീഷൻ എവിടെയെന്ന് കാവേരി. അത് ഡാൻസറെ പരിചയപ്പെടുത്തുന്നതിനല്ലേ, ഇയാളല്ലേ ഡാൻസർ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. ഞാൻ ഡാൻസറാണെന്ന് പരിചയപ്പെടുത്തിയത് ആരാ, ഇയാളാണോ എന്ന കാവേരിയുടെ ചോദ്യം സഹിക്കാനാവാതെ നിവിൻ കാശെടുത്ത് കൊടുക്കുക. അതും വാങ്ങി കാവേരി യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ആസിഫും അങ്ങോട്ടെത്തുകയാണ്. നിവിനും കാവേരിയോടായി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം, കബാബ്, ഗ്രിൽഡ് ചിക്കൻ, ബാർബിക്യൂ എല്ലാം കാവേരിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നിവിൻ പറയുമ്പോൾ, വേണ്ട എനിക്ക് പോണമെന്ന് കാവേരി. എങ്കിലൊരു കോഫിയെങ്കിലും കുടിച്ചിട്ട് പോവാമെന്ന് നിവിൻ വീണ്ടും നിർബന്ധിക്കുമ്പോൾ, ഇയാളുടെ അമ്മയുടെ ഇല്ലെന്ന് തോന്നുന്നു എന്ന് കാവേരിയും. ഇല്ലെന്ന് തലയാട്ടി എങ്ങനെ മനസ്സിലായിന്ന് നിവിൻ ചോദിക്കുമ്പോൾ, അല്ല നല്ല ധൈര്യത്തോടെ സംസാരിക്കുന്നു, അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ സാരിത്തുമ്പിൽ ഒളിച്ചിരുന്നല്ലേ സംസാരിക്കൂ എന്ന് കാവേരി ചോദിക്കുന്നതും കേട്ടുനിന്ന ആസിഫും പൊട്ടിച്ചിരിക്കുക. അവനെ നോക്കി പേടിപ്പിച്ച നിവിനും കാവേരിയോടായി, കാവേരി തമാശ പറഞ്ഞതായിരിക്കും, പക്ഷേ എപ്പോഴും ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് കുറച്ച് ഫീൽ ആവുന്നുണ്ട് കേട്ടോ എന്ന് നിവിനും. കോഫി കുടിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷേ പെട്ടെന്ന് പോയില്ലെങ്കിലേ കട അടയ്ക്കും, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളും യാത്ര പറഞ്ഞിറങ്ങുകയാ. അത് കാണേ ആസിഫും നിവിനോടായി, എടാ ആ പെണ്ണിന് കോഫി വേണ്ടെന്നല്ലേ പറഞ്ഞത്, അവള് മറ്റേതിന്റെ ആളാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, ഏതിന്റെ എന്ന് നിവിനും ചോദിക്കുക. മോളിന്റെ, കടയടയ്ക്കുന്നതിന് മുന്നേ പോണമെന്നല്ലേ പറഞ്ഞത്, കോപ്പി എടുക്കാനാ എന്ന് ആസിഫ് പറയുന്ന കേൾക്കെ നിവിൻ അവനെ ഉപദ്രവിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും കാവേരി അത് ശ്രദ്ധിക്കുന്ന കണ്ട് അവൻ ആസിഫിനെ ചേർത്ത് പിടിച്ച് കാവേരിയോട് ബൈ പറയുകയാ. അവിടെ സ്നേഹതീരത്തിൽ അരവിന്ദൻ പറഞ്ഞതനുസരിച്ചുള്ള ആഭരണങ്ങളുമായി വന്നിരിക്കുക ജയപാലൻ. ശാരദയും യമുനയും ഗംഗയും അതെല്ലാം എടുത്തു നോക്കുന്ന തിരക്കിലാ. നീ പറഞ്ഞതെല്ലാം ഉണ്ടോന്ന് നോക്കിയോന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നിന്നെ ഒരു കാര്യമേൽപ്പിച്ച അത് കൃത്യമായി ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് അരവിന്ദനും. അവിടെ ഇരിക്കുന്ന അമ്മയോടായി, അമ്മേ ഗംഗയ്ക്ക് വാങ്ങിയ ആഭരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയായിരുന്നു എന്ന് ജയപാലൻ ചോദിക്കുക. ഓ, എന്റെ അഭിപ്രായം അനുസരിച്ചാണോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നമ്മ മുഖം തിരിച്ച് പറയുമ്പോഴേക്കും, ഇത് കുറച്ച് അധികമാണ് കേട്ടോ എന്ന് അരവിന്ദനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആണെങ്കിലേ കണക്കായി പോയിടാ,
എന്നമ്മ വീണ്ടും പറയുമ്പോഴേക്കും അമ്മേ വിട്ടുകളയമ്മേ, കല്യാണം ഇങ്ങായില്ലേ, ഇനി എന്തിനാ ഈ പിണക്കം വെച്ചോണ്ടിരിക്കുന്നതെന്ന് ജയപാലനും ചോദിക്കുന്നുണ്ട്. ആഭരണങ്ങളെല്ലാം ഇട്ടു നോക്കിക്കൊണ്ട് ഇതിനൊക്കെ ഒരുപാട് കാശായി കാണും അച്ഛാ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. മോൾക്കുള്ളതൊന്നും കുറഞ്ഞു പോകരുതെന്നേ നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത് എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും മറ്റേത് വാങ്ങിച്ചില്ലെന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മറക്കുമെന്ന് ചോദിച്ച് ജയപാലൻ ഒരു ബോക്സ് എടുത്ത് അരവിന്ദന്റെ കയ്യിലേക്ക് കൊടുക്കുക. അരവിന്ദൻ അത് ശാരദയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും എന്താമ്മ ഇത് എന്ന് ആകാംക്ഷയോടെ ഗംഗയും യമുനയും ചോദിക്കുന്നുണ്ട്. ശാരദ ആ ബോക്സ് തുറക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് വിടരുകയാ. ആയി നെറ്റിച്ചുട്ടി എന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങിക്കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ, വാടകയ്ക്ക് എടുക്കാമെന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ മോൾ എന്തിനാ പഴയതിടുന്നത്, പുതിയത് തന്നെ ഇടണമെന്ന് അച്ഛനും. കേൾക്കെ അവളും സന്തോഷത്തോടെ അച്ഛനൊരു ഉമ്മ കൊടുക്കുക. മോള് പോയി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് വന്നേ എന്ന് പറഞ്ഞ അരവിന്ദൻ ഗംഗയെ അതിടാനായി പറഞ്ഞയക്കുകയാ. മേരി എവിടെ പോയെന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, അവളെ കണ്ടിട്ട് കുറെ നേരമായല്ലോ എന്ന് ശാരദയും. കടയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നോന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ശാരദ കാവേരിയെ തിരയാനായി പോവുകയാ. അവിടെ റൂമിൽ ഗംഗയെ ഓരോ ആഭരണങ്ങളായി ഇടിയിക്കുന്നുണ്ട് യമുന. അവിടെ റിസോർട്ടിൽ പാട്ടും വെച്ച നിവിൻ അതിനൊത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആസിഫ് ഓടി വന്ന് രാജേശ്വരി വരുന്നുണ്ടെന്ന് അറിയിക്കുന്നത്. ഇവിടെ ഡാൻസ് കളിച്ചത് കാവേരിയാണെന്ന് അറിഞ്ഞ കാവേരിയും കത്തിക്കും, കൊണ്ടുവന്ന നിന്നെയും കത്തിക്കുമെന്ന് ആസിഫ് പറയുമ്പോൾ അതിന് അമ്മ എങ്ങനെ അറിയാനെന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജേശ്വരിയും അങ്ങോട്ട് വന്ന നിവിൻ നിനക്കെന്താ ബുദ്ധിയും ബോധവും ഇല്ലാണ്ടായോ, ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കുന്നത് നീ അത് വൃത്തിയായി ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയുമ്പോഴേക്കും സോറി അമ്മ പറ്റിപ്പോയി എന്ന് നിവിനും. നീ ഇത് ആവർത്തിക്കരുത്, ഡേറ്റൊക്കെ കൃത്യമായി ഓർമ്മയുണ്ടാവണം. റിസോർട്ട് ഓണേഴ്സിന്റെ മീറ്റിംഗ് അടുത്ത ഞായറാഴ്ചയായിരുന്നു. വെറുതെ ഞാൻ അവിടം വരെ പോയി നാണം കേട്ടു, നീയല്ലേ പറഞ്ഞത് ഇന്നാണ് മീറ്റിംഗ് എന്ന്, കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നമ്മ ചോദിക്കുമ്പോൾ ഓ അതായിരുന്നു കാര്യം എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. വേറെന്ത് കാര്യമെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതേ ഡാൻസിന്റെ കാര്യമായിരിക്കുമെന്നാ എന്ന് ആസിഫും പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായി നടന്നില്ലേ, ആരാ വന്നത് ഡാൻസ് ചെയ്യാനെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ അത് കാ എന്ന് ആസിഫ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിവിനവനെ തടയുകയാ. എന്താടാ പേര് പറയാൻ ഇത്ര താമസമെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ അതവന്റെ നാക്കുളുക്കിയതാമേ, പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പേരാ, ആള് കാളഹസ്തി എന്നുള്ള ആളാ, അദൃഷ്ടലക്ഷ്മി എന്ന് നിവിൻ പറയുമ്പോൾ ഏത് ലക്ഷ്മിയാണെങ്കിലും കാര്യം നടന്നാ മതി എന്ന് പറഞ്ഞ് രാജേശ്വരി അകത്തോട്ട് പോവാൻ നേരം അമ്മേ ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയിക്കോട്ടെ, ചില ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോഴേക്കും രാജേശ്വരിയും അത് സമ്മതിക്കുക. അവർ പോയി കഴിയുമ്പോഴേക്കും ഗസ്റ്റുകളിൽ ഒരാൾ രാജേശ്വരിയുടെ അടുത്തേക്ക് വന്ന് ഇവിടെ ഡാൻസ് ചെയ്ത കുട്ടിയുടെ നമ്പർ ഒന്ന് തരാമോ, ഞങ്ങളുടെ നാട്ടിലെ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യുമോ എന്നറിയാനാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിവിനെ അറിയൂ, കുറച്ച് ദൂരെ നിന്ന് സംഘടിപ്പിച്ചതാണെന്നാ പറഞ്ഞതെന്ന് രാജേശ്വരിയും. ഇവിടുത്തെ നാട്ടുകാരിയാണെന്നാണല്ലോ പറഞ്ഞതെന്ന് അയാൾ പറയുമ്പോൾ ഏയ് അല്ലല്ല തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ ആണെന്ന് രാജേശ്വരിയും. കണ്ട മേഡത്തിന് ചിലപ്പോൾ മനസ്സിലായേക്കുമെന്ന് പറഞ്ഞ് അയാൾ കാവേരിയുടെ ഡാൻസിന്റെ വീഡിയോ കാണിക്കുകയാണ്. ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കെ മാഡം ഒന്നും പറഞ്ഞില്ല എന്ന് അയാളും. ഇവളെയാണെങ്കിൽ നോക്കണ്ട, ഇവളുടെ ആട്ടവും പാട്ടും ഒക്കെ വൈകാതെ തീരുമെന്ന് രാജേശ്വരിയും. പിന്നീട് കാവേരി വീട്ടിലെത്തുമ്പോഴേക്കും വീടിന്റെ പുറത്ത് ആരെയോ വെയിറ്റ് ചെയ്തോണ്ടിരിപ്പാ നിളയും. നീ ആരെ നോക്കിയിരിക്കുവാന്ന് കാവേരി ചോദിക്കുമ്പോൾ അച്ഛൻ കാവേരി ചേച്ചിയെ നോക്കി പോയതാന്ന് നിളയും. അയ്യോ മൊത്തം സീനായോടി എന്നെ കാണാതെ എന്ന് കാവേരി ചോദിക്കുമ്പോൾ ചെറിയൊരു സീനുണ്ട് ചേച്ചി വായെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇനി ചെറിയ സീൻ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അതൊക്കെ പരിഹരിക്കാനുള്ള സംഗതിയാ എന്റെ കയ്യിലിരിക്കുന്നേ എന്ന് പറഞ്ഞവളൊരു കവർ എടുക്കുകയാ. സ്വന്തമായി സമ്പാദിച്ച പണം കൊണ്ട് ഗംഗേജിയുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുമെന്നും എന്നെ കൊണ്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞ് നീയൊക്കെ എന്നെ ചാലഞ്ച് ചെയ്തില്ലേ, അതിനുള്ള മറുപടിയാ എന്റെ കയ്യിലിരിക്കുന്നത്. നീ വായെന്ന് പറഞ്ഞ് നിളയും കൂട്ടിക്കൊണ്ട് കാവേരി അകത്തോട്ട് കയറി പോവുകയാണ്. അവിടെ റൂമിൽ ആഭരണമെല്ലാം ഇട്ടു നോക്കി നിൽക്കുകയായിരുന്ന ഗംഗയുടെ അടുത്തേക്ക് ചെന്ന് ഗംഗേച്ചി ഞാനെന്താ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് നോക്ക്, അമ്മ ചേച്ചിക്ക് വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞ ഒട്ടിയാണവും നെറ്റിച്ചുട്ടിയും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ ബോക്സ് അവൾക്ക് കൊടുക്കുകയാണ് കാവേരി. എടി അച്ഛനോട് പറഞ്ഞ് അമ്മ തന്നെ അത് വാങ്ങിച്ചു തന്നു, സ്വർണത്തിലാ എന്ന് പറഞ്ഞ് ഗംഗ അത് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഗംഗയ്ക്ക് ഒട്ടിയാണവും നെറ്റിച്ചുട്ടിയും മാത്രമല്ല റിസോർട്ടിൽ ഡാൻസ് കളിക്കാൻ പോയ കാവേരിക്ക് ഒരു പൊന്നരഞ്ഞാണം കൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് അമ്മയും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ ആരടി ഒറ്റിയതെന്ന് കാവേരി നിളയോട് ചോദിക്കുമ്പോൾ അത് ചേച്ചി വിളിക്കാൻ അമ്മ ധന്യച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അറിഞ്ഞതാന്ന് നിളയും. അപ്പോഴേക്കും ഒരു കൈ പുറകിലേക്ക് പിടിച്ച് എന്റെ പൊന്നിമോളിങ് വന്നേ നമുക്ക് അരഞ്ഞാണം ഒന്ന് ഇട്ട് നോക്കണ്ടെന്ന് ചോദിച്ച് ശാരദ അങ്ങോട്ട് വരുന്നുണ്ട്. വേണ്ടമ്മേ എനിക്ക് അലർജിയാന്ന് കാവേരി പറയുമ്പോൾ അലർജിയല്ലേ അത് നമുക്ക് മാറ്റാമെന്ന് അമ്മയും. വേണ്ടെന്നേ വേണ്ട എന്ന് കാവേരി പറയുമ്പോൾ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞ് ശാരദ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാവേരിയോട് രക്ഷപ്പെടുകയാ. അവളുടെ പുറകെ ഓടുമ്പോഴേക്കും അവളും മുറ്റത്തിറങ്ങി പറമ്പിലേക്ക് ഓടുകയാ. പിന്നീട് തന്റെ കടയുടെ മുന്നിൽ വെച്ച ഗംഗ ടൈലേഴ്സ് എന്ന ബോർഡ് എടുത്തു മാറ്റുകയാണ് വിനീത്. ചുവരിലെ ഗംഗയുടെ പടവും മായ്ച്ചു കളഞ്ഞിരുന്നു. അപ്പോഴേക്കും നിവിൻ അങ്ങോട്ട് എത്തുന്നുണ്ട്. വിനീത് ടെൻഷനോടെ പറയുന്നുണ്ട് എനിക്ക് ഗംഗയെ ഇഷ്ടമാണെന്ന് പുഷ്പവാടിക്കാർക്ക് മൊത്തം അറിയാം, അവൾക്ക് മാത്രമാ അത് മനസ്സിലാവാത്തതെന്ന് പറയുമ്പോൾ അവൾക്കും അറിയാം ബ്രോ എന്ന് നിവിനും. ശരിയാ അവൾക്കും അറിയാം, പക്ഷേ എന്നെ ഇഷ്ടമല്ല. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നെന്നോ, കല്യാണം കഴിഞ്ഞ ഗംഗയെ കടയിലേക്ക് കൊണ്ടുവരണം, അവൾക്കൊരു പുതിയ മെഷീൻ വാങ്ങിച്ചു കൊടുക്കണം, ഞാനും ഒരുമിച്ചിരുന്ന് തയ്ക്കും, അവളെ കൊണ്ട് തയ്പ്പിക്കുന്നതേ കാശുണ്ടാക്കാനൊന്നുമല്ല, അവൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമില്ലെന്ന് ഓർത്തിട്ടാ, അവളെ എപ്പോഴും കണ്ടോണ്ടിരിക്കാമെന്ന് ഓർത്തിട്ടാ. അവൻ സങ്കടത്തോടെ പറയുന്ന കേൾക്കെ എടാ
നീ എത്ര കാലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും. അവളുടെ ഫോട്ടോയോടൊപ്പം കുഞ്ഞിന്റെ ഫോട്ടോ കൂടി വെച്ചിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കണം. കുടുംബം വളരുന്നതിനൊപ്പം ബോർഡും വലുതാവുമെന്നാണ് വിചാരിച്ചത്. അവളെ മാഞ്ഞുപോയി, പിന്നെയാ കുഞ്ഞ് എന്ന് വിനീത് പറയുമ്പോഴേക്കും ബോർഡെല്ലാം അഴിച്ചവരും അങ്ങോട്ട് വരുന്നുണ്ട്. വിനീത് അവർക്ക് കാശ് കൊടുത്ത് പറഞ്ഞയക്കുമ്പോഴേക്കും കടയിൽ പുതിയ ബോർഡ് വെക്കണ്ടേന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. വേണ്ട, എന്റെ ജീവിതം പോലെ കടയും ഇങ്ങനെ ശൂന്യമായി കിടക്കട്ടെ എന്ന് നിവിൻ സങ്കടത്തോടെ പറയുമ്പോൾ, അതെ, പുതിയൊരാൾ സെറ്റാവുമ്പോൾ ആളുടെ പേര് വെച്ച് ബോർഡ് ഉണ്ടാക്കാമെന്നേ എന്ന് നിവിനും ആശ്വസിപ്പിക്കുക. സങ്കടത്തിനിടയിലും ചിരിയോടെ, വേണ്ടേ, എന്റെ ജീവിതത്തിൽ ഇനി പെണ്ണ് വേണ്ട എന്ന് ടെൻഷനോടെ പറഞ്ഞു നിർത്തുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.